ഷെമീർ. ഞാൻ ക്യൂൻ ഷെഫ് പ്രൊഫഷണൽ ബേക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓണറാണ്. കൂടാതെ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫാണ്. പിന്നെ മെല്ലോ ചോക്ലേറ്റ് കമ്പനി, അതെല്ലാവർക്കും അറിയാൻ മതിയാവും. മെല്ലോ കോമ്പൗണ്ട് ചോക്ലേറ്റ്, അതിൻ്റെ ഓൾ കേരള പേസ്ട്രി ഷെഫാണ്. പുതിയറ കോംട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ, ബേബി മെമ്മോറിയലിൻ്റെയും കോംട്രസ്റ്റിൻ്റെയും സെൻട്രലായിട്ട് ബൈപ്പാസ് റോഡിൽ തന്നെ, മിനി ബൈപ്പാസ് ജംഗ്ഷനിലാണ് ഇപ്പം സ്ഥാപനം നിലകൊള്ളുന്നുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കോഴ്സുകൾ എന്ന് വെച്ചാണെങ്കിൽ മെയിനായിട്ട് നമുക്ക് സ്റ്റുഡൻസ് ഇപ്പോൾ വരുന്നത് അഡ്വാൻസ്ഡ് ബേക്കിംഗ് കോഴ്സിനാണ്. പ്രൊഫഷണൽ ബേക്കിംഗ് കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്, ഷെഫ് ട്രെയിനിങ് പഠിപ്പിക്കുന്നുണ്ട്, കുലിനറി ആർട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടാണ്ട് ഇൻ്റർനാഷണൽ പേസ്ട്രിയും ഇൻ്റർനാഷണൽ പേസ്ട്രി ഡിപ്ലോമയും പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ സ്റ്റുഡൻസ് എല്ലാവരും തന്നെ ഇവിടെ പഠിച്ചിറങ്ങുന്ന സമയത്ത് അവർക്ക് ഒരു ഷോപ്പ് തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാനോ ഉള്ള രീതിയിലുള്ള ട്രെയിനിങ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഒന്നും അറിയാത്ത ആളുകൾ വരുവാണെങ്കിലും ഒരുപാട് അറിഞ്ഞിട്ടുള്ള ഷെഫ്മാർ പോലും ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബേസിക് ടു അഡ്വാൻസ് ലെവൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നല്ല പക്ക പ്രൊഫഷണലായിട്ട് തന്നെയാണ് ഇറങ്ങുന്നത്. ഓൺലൈനായിട്ടും ക്ലാസ്സുകൾ ഉണ്ടാകാറുണ്ട്. കാരണം നമുക്ക് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് ഹോം ബേക്കേഴ്സ് ഉണ്ടായത് തന്നെ നമ്മൾ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. 1 ഡേ ക്ലാസ്സുകളൊക്കെ ആണെങ്കിൽ നമ്മൾ അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ടാവാറുണ്ട്. ഒരു 50 ഒക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യുന്നതല്ലാണ്ട് പുറത്ത് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും 3 സ്റ്റാർ ഹോട്ടൽസിലൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അത്യാവശ്യം ഒരു 70-50 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് ആ ഒരു സ്റ്റുഡൻസിന് കറക്റ്റ് എല്ലാം മനസ്സിലാവണമല്ലോ. അതിന് എൻ്റെ കൂടെ തന്നെ ഒരു 3 ആരെങ്കിലും അസിസ്റ്റ് ചെയ്യാൻ 3 പേര് എന്തായാലും അത് ഉണ്ടാവാറുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചോദിച്ച സ്ഥിതിക്ക് അവർ പറഞ്ഞു അവരൊക്കെ 2 വീക്ക് ആയിട്ടേ ഉള്ളൂ എന്ന്. പക്ഷേ എന്നിട്ട് കൂടി അവർക്കൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ആണ്, അവർ സെയിൽ ചെയ്യുന്നുണ്ട്, ഓൾറെഡി സെയിൽ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ പഠിക്കുമെന്നൊക്കെ. അപ്പോൾ എന്താണ് അവർക്ക് ആ ഒരു ചേഞ്ചിനുള്ളൊരു ആ ഒരു ടിപ്പ് എന്താണ്, ടെക്നിക്ക് എന്താണ് അതിൻ്റെ? ഇവിടെ മെയിനായിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിലാണ് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. ഈവൻ നമ്മളൊരു കേക്കിൻ്റെ ബാറ്റർ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് പോലും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാവരും ബാറ്റർ എന്ന് വെച്ചാണെങ്കിൽ നമ്മുടെ കേക്ക് എയർ ബബിൾസ് അല്ലേ, നമ്മുടെ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പം അതിന് ബബിൾസ് ഉണ്ടായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കേക്കിൻ്റെ സ്പോഞ്ചി ടെക്സ്ചർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പലരും എന്ത് ചെയ്യും, നമുക്ക് മലപ്പെടുത്തം പോലെ ആയിരിക്കും മിക്സിങ് ഒക്കെ, ഓവർ മിക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അതങ്ങ് ഫെയിലായി പോകുമ്പോൾ നമുക്ക് എന്താവില്ല, എയർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല സ്പോഞ്ചിൽ. അപ്പോൾ ആ സ്പോഞ്ചി ടെക്സ്ചർ അങ്ങ് വിട്ടു പോവാറാണുള്ളത്. പലർക്കുള്ളതാണ് ഈ സ്പോഞ്ച് എന്താ കുഴിഞ്ഞു പോവുക, നടു കുഴിയുന്നതും കേക്കിന് ഹാർഡ്നെസ് ആയി പോകുന്നതെല്ലാം നമ്മൾ ആ മിക്സിങ്ങിൽ വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായിട്ട് നമ്മൾ ഓവൻ എപ്പോഴും പ്രീ ഹീറ്റഡ് ആയിരിക്കണം, നമ്മൾ വെക്കുന്ന ഓവൺ. കാരണം ഓവൺ ആണെങ്കിൽ നമ്മുടെ ഈ ബാറ്ററിന് ശരിക്കും ഒരു മനസ്സുണ്ട്. അതിന് നമ്മൾ ബേക്കിംഗ് സയൻസ് എന്ന് പറയും. സാധാരണ നമ്മൾ വീട്ടിൽ കറി ഉണ്ടാക്കുന്ന പോലെ കുറച്ചങ്ങിട്ട് അതൊന്നും പറ്റില്ല. ഇതിന് നമുക്ക് ഈ ബേക്കിങ്ങിൽ നമുക്ക് ഈ ബാറ്ററിന് അറിയാം, അതിലേക്ക് വെള്ളം ചേരുമ്പോൾ അത് എത്രത്തോളം ഏത് രീതിയിലാണ് മിക്സായി വരേണ്ടതെന്ന്. അതോടൊപ്പം തന്നെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാണെങ്കിൽ ഡബിൾ ആക്ഷൻ എന്ന് പറയും. നമ്മുടെ ഈ ബേക്കിംഗ് പൗഡർ ആയാലും ബേക്കിംഗ് സോഡയാണെങ്കിലും ഇപ്പോൾ ഡബിൾ ആക്ഷൻ മെത്തേഡിലാണ് വരുന്നത്. അപ്പോൾ ആ ഡബിൾ ആക്ഷൻ്റെ രണ്ടാമത്തെ ആക്ഷൻ എന്ന് പറയുമ്പം ഈ ബാറ്ററിന് എത്ര ചൂട് കൊടുത്താൽ എന്താവണമെന്ന് ബാറ്ററിന് ഓൾറെഡി അറിയാം. അപ്പോൾ ആ ചൂടൊക്കെ നമ്മൾ കൊടുക്കാൻ നേരം വൈകി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടിപ്പോയാൽ കുറഞ്ഞു പോയാലൊക്കെയാണ് ഈ കുഴിഞ്ഞു പോവുക. ഇവിടെ നമ്മുടെ 1 ഡേ ക്ലാസ്സുകൾ പോലും പങ്കെടുത്തിട്ട് തൽക്കാലം ചെറിയ രീതിയിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മുടെ 1 വീക്ക് കോഴ്സ്, 2 വീക്ക് കോഴ്സ്, 1 മന്ത് പ്രൊഫഷണൽ ഷെഫ് ട്രെയിനിങ്, ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്ന ഏതൊരു വ്യക്തിയും നല്ല രീതിയിൽ സെയിൽ ചെയ്യുന്ന ഒരാളാണ്. 1 മന്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ്. അത് പക്ക നമുക്ക് എന്താണ് ഷെഫ് ട്രെയിനിങ് തന്നെയാണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് ഒരു വർക്ക് ചെയ്യാൻ പറ്റും. അതെല്ലാവർക്കും ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, അതെല്ലാവർക്കും ഒരു ബിസിനസ്സായിട്ട് കഫേ തുടങ്ങണമെങ്കിൽ, എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസാണ് അവർക്ക് കിട്ടുന്നത്. കാരണം ഇവിടെ എക്സാം ഉണ്ട്. എക്സാം തിയറിയും പ്രാക്ടിക്കലും എക്സാമാണ്. പ്രാക്ടിക്കൽ എക്സാമിന് ഞാനിവിടെ പഠിപ്പിച്ച സംഭവമേ അല്ല അവർ ചെയ്യുന്നത്. അവരുടെ സ്വന്തം ക്രിയേഷനിൽ പുതിയൊരു റെസിപ്പിയാണ് നമ്മൾ അവർക്ക് അവർ ചെയ്തിട്ട് ഇറങ്ങുന്നത്. അവരുടെ ഡിസൈനിങ്ങും എല്ലാം അവരുടെ ഓൺ ആയിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ അത്രയും നമുക്ക് കേക്ക് എന്ന് പറഞ്ഞ ഭക്ഷണം പോലെയല്ലല്ലോ, നമുക്ക് നല്ലൊരു ടെൻഷനല്ലേ ചെയ്യുന്ന സമയത്ത്. പണ്ടൊക്കെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ ഫ്ലോപ്പായി പോകും. അപ്പോൾ നമുക്ക് പുതിയ പുതിയ റെസിപ്പീസ് ഭക്ഷണത്തിൻ്റെ പോലെ ചെയ്യാൻ നമുക്ക് സാധാരണക്കാർക്ക് പറ്റില്ല. പക്ഷേ ഒരു പ്രൊഫഷണൽ ട്രെയിനറിന് നമുക്ക് എന്ത് വേണമെങ്കിലും അവരുടെ ഓൺ സിഗ്നേച്ചർ റെസിപ്പി ആയിട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇപ്പോൾ പഠിച്ച കുട്ടികൾ തന്നെ ദുബായിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഒമാനിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഇവിടെ നാട്ടിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, കഫേ തുടങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ കേക്ക് സ്റ്റുഡിയോ ഒരു നമ്മുടെ സ്റ്റുഡൻ്റാണ്.
കേക്ക് സ്റ്റുഡിയോ കാലിക്കറ്റ്. ഇപ്പോൾ അവർ ഒരുപാട് സ്ഥലത്ത് തുടങ്ങി. അതേപോലെ തന്നെ പിന്നെ ഒരുപാട് സ്റ്റുഡൻസ് പേരാമ്പ്ര ഒരു ജംഷീറുണ്ട്, പിന്നെ ഹംഗ്രിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഫേ ഉണ്ട്. വിരലിലുണ്ടാവുന്നതല്ല, അതിലേറെ സ്റ്റുഡൻസ് നല്ല രീതിയിൽ സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ റെസിപ്പീസ് സ്റ്റുഡൻസിനാണെങ്കിലും നല്ല റീച്ച് ഉണ്ട്. അവരൊരു ആൾക്കാർക്കൊരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കസ്റ്റമർ റിവ്യൂ മസ്റ്റായിട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുതന്നെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാ റെസിപ്പീസും തന്നെ എൻ്റെ ഓൺ റെസിപ്പീസാണ്, നമ്മളുടെ ക്രിയേഷൻസാണ്. ഞാൻ പഠിച്ചതും ഇതൊക്കെ ആണെങ്കിൽ പോലും ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ റെസിപ്പി ആയിരിക്കും ഞാനിവിടെ ഏതൊരു കേക്കിലും അപ്ലൈ ചെയ്യുന്നത്. കേക്ക് മാത്രമല്ല, നമുക്ക് കുലിനറി ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ട്, ഹോട്ട് കിച്ചൺ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവാറുണ്ട്, ബേക്കറി ആൻഡ് കൺഫെക്ഷനറി കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ബേക്കിംഗ് കോഴ്സ്, ഇൻ്റർനാഷണൽ പേസ്ട്രി വരെയാണ് ഇവിടെ കോഴ്സായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നിട്ടുള്ളത്. ബേക്കറി ആൻഡ് കൺഫെക്ഷനറി, ഇപ്പോൾ ഒരു ബേക്കറി തുടങ്ങണമെങ്കിലും ഏത് രീതിയിലുള്ള ക്ലാസ്സാണ് വേണ്ടത്? കാരണം കേക്ക് മാത്രമല്ലല്ലോ ബേക്കറിയിലുള്ളത്. അപ്പോൾ അങ്ങനത്തെ ബേക്കറി ആൻഡ് കൺഫെക്ഷനറി കോഴ്സ് ഉണ്ട്. പിന്നെ കുലിനറി ആർട്ടുണ്ട്, ഹോട്ട് കിച്ചൺ ഉണ്ട്. അത് ഹോട്ട് കിച്ചൺ ആണെങ്കിൽ നമുക്കൊരു 1 day 2 day ക്ലാസ്സുകളായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ 1 month ഹോട്ട് കിച്ചൺ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു ബാച്ചിൽ ഞാൻ 6 പേരെ മാത്രമാണ് എടുക്കുന്നത്. അത് അവർ പക്ക പ്രൊഫഷണലായിട്ട് അവർക്ക് അത്രയും കോൺഫിഡൻസോട് കൂടിയിട്ട് ആണ് ഇവിടുന്ന് ഇറങ്ങേണ്ടതെന്നുള്ളത് ഉള്ളതുകൊണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് ബാച്ചിലേക്കുള്ള ബുക്കിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഈ ക്യൂൺ ഷെഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമായിട്ടാണോ അത് നിങ്ങൾ സെയിൽ ഉണ്ടാവും, പ്രൊഡക്ഷൻ ഉണ്ടാവാറുണ്ടോ, സെയിൽ ചെയ്യാറുണ്ടോ? കുറേ സ്ഥലങ്ങളിൽ കൊടുക്കുന്നുണ്ട്. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. കുറേ പ്രൊഡക്ട്സുകൾ നമ്മുടേത് അവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ 3-4 കഫേകളുണ്ട്. കഫേകൾ അവർ നമ്മുടെ പേസ്ട്രീസ്, കേക്ക്സ് ഒക്കെ നമ്മുടെ അടുത്ത് നിന്ന് എടുത്തിട്ടാണ് അവർ സെയിൽ ചെയ്യുന്നത്. അതല്ലാണ്ട് നമ്മൾ വെഡ്ഡിങ് കേക്കുകൾ, ഇവൻറ്റുകൾ, അങ്ങനത്തെ എല്ലാം നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവൻറ്റുകൾ എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ വലിയ ഇവൻറ്റുകൾ തന്നെ ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഏതെങ്കിലും ഇനോഗ്രേഷൻ ഫങ്ഷൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കുള്ള സാധനങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാമ്പേഴ്സ്, വെഡ്ഡിങ് പാർട്ടീസിന് ഹാമ്പേഴ്സ്, കസ്റ്റമൈസ്ഡ് കേക്കുകൾ, കസ്റ്റമൈസ്ഡ് വെഡ്ഡിങ് കേക്കുകൾ, അങ്ങനത്തെ എല്ലാം ഒരു 20 kg വരെ നമ്മൾ വെഡ്ഡിങ് കേക്ക് ചെയ്തിട്ടുണ്ട്.